ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് LDC 2024 തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികളുടെയും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കട്ട് ഓഫ് എത്രയാണെന്നുള്ളതും മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. അതായത് നിലവിൽ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 72.67, അതായത് 72.67 ആണ് ഇപ്രാവശ്യത്തെ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് 1079 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 1136, നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ ദ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 44. അങ്ങനെ ടോട്ടൽ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2259 ആണ് നിലവിൽ ഈ ഒരു ലിസ്റ്റിൻ്റെ മൊത്തം എണ്ണം എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ LDC 2021 നോക്കുകയാണെങ്കിൽ 1438 പേരായിരുന്നു മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടത്. അപ്പോൾ ഏകദേശം ഒരു 300 പേരുടെ ചേഞ്ചാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അത്രയും ഉദ്യോഗാർത്ഥികളെ മാറ്റി നിർത്തിയാണ് ഇപ്രാവശ്യം ലിസ്റ്റ് ഇട്ടേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.67 ആണ്. ഏകദേശം 20 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ 20 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാരണം അത്രത്തോളം റേഞ്ച്, അതായത് ഉദ്യോഗാർത്ഥികളുടെ കോമ്പറ്റീഷൻ ലെവൽ അമ്മാതിരി ലെവലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 72.67, 20 മാർക്കിന് മുകളിലേക്കാണ് കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വന്നിരിക്കുന്നത്. എന്നിട്ടും ഏകദേശം 2000 സംതിങ്ങോളം ഉദ്യോഗാർത്ഥികളുടെയാണ് നിലവിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞതാണ് 1079 പേരാണ് 72 മാർക്കും അതിന് മുകളിലേക്കും വന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന 80, 85 അങ്ങനെയൊക്കെ ഉള്ള ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം കോമ്പറ്റീഷൻ നിലവിലിപ്പോൾ നമ്മുടെ PSCയുടെ അകത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് അഡ്വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1036 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് അയച്ചിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 20/2/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നിയമനം അതിൻ്റെ അകത്ത് നിന്നും വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 300ഓളമാണ് ഇനി നിയമനം നടക്കാത്തുള്ളൂ. ബാക്കി ഏകദേശം നിയമനങ്ങളൊക്കെ ആയി. സപ്ലിമെൻ്ററിന്ന് ST പോയിട്ടുണ്ട്, SC സപ്ലിമെൻ്ററിന്ന് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ലിസ്റ്റ് കയറി വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതെല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നതും തിരുവനന്തപുരം ജില്ലയ്ക്ക് തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളൊക്കെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഒത്തിരി അധികം പ്രതീക്ഷിച്ച് ഈ ഒരു എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിച്ച് പക്ഷെ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാത്ത പോയ ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ഏറ്റവും, അതായത് എന്താണോ LDCക്ക് നിങ്ങൾ പഠിച്ചത് അതേപോലെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റുന്ന ഒരു എക്സാമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു എക്സാം. അപ്പോൾ അതിൻ്റെ ക്ലാസ് നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഏകദേശം 13 ദിവസങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും ക്ലാസിൻ്റെ ലിങ്കും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ക്ലാസ് ആദ്യം മുതൽ തന്നെ കണ്ടു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്കറിയാം, അതായത് ലിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്, അതായത് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെയധികം കുറച്ചും കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെയധികം കൂട്ടിയാണ് ഓരോ എക്സാമുകളുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം കോമ്പറ്റീഷൻ ലെവലിലേക്ക് PSC മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യത്തെ റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെ, അതായത് ഏതൊരു എക്സാമിലും നമ്മൾ ഇപ്പോൾ ഒരു എക്സാം എഴുതി നമ്മൾ 65-75 മാർക്ക് കിട്ടിയെന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ കൺസിസ്റ്റൻസ് ആയിട്ട് നമുക്കൊരു ഏതൊരു എക്സാം എഴുതി കഴിഞ്ഞാലും ഒരു 75 മാർക്കിലേക്ക് മുകളിലേക്ക് എത്താവുന്ന തരത്തിലുള്ള പഠനം, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള പഠനം എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതിന് വേണ്ടത് കൃത്യമായുള്ള ഒരു പഠനവും കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളും കൃത്യമായിട്ടുള്ള ഒരു റിവിഷനുമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ 2 ബാച്ചിലും. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒരു ബാച്ച് ഇന്ന് ഏകദേശം 52ഓളം ക്ലാസ്സുകളിൽ നിൽക്കുകയാണ്. അതേപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് 13 ക്ലാസ്സുകളുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഏതിൻ്റെ അകത്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ടാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. രണ്ടിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിലൂടെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും PDF നോട്ടും നമ്മുടെ ഈ ഒരു ടെലഗ്രാം ചാനലിൽ ലഭ്യവുമാണ്. ഓക്കെ, അപ്പോൾ കിടിലമായിട്ട് തന്നെ പഠിച്ചു പോവുക. ആരും നിരാശപ്പെട്ട്, അതായത് ലിസ്റ്റിൽ വന്നവർക്ക് ഒത്തിരി സന്തോഷമുണ്ട്, പക്ഷേ വരാനായിട്ട്
ഇരുന്ന ആളുകൾ പലരും വരാതിരുന്നുകൊണ്ട് വളരെയധികം സങ്കടമുണ്ട്. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നന്നായിട്ട് പഠിച്ച് അടുത്തൊരു റാങ്ക് ലിസ്റ്റിൽ വരിക, അത്രമാത്രമാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലുള്ള വീഡിയോസുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഷോർട്ട് ബ്രേക്ക്, സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.